നമസ്തേ, വെൽക്കം ടു പ്രാണയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്തെ പ്രധാന പ്രശ്നമാണ് പൊണ്ണത്തടി അല്ലെങ്കിൽ വയറ് വല്ലാതെ ചാടി നിൽക്കുന്നത്. അപ്പോൾ അതുമൂലം നമുക്ക് ബാക്ക് പെയിനും ഉണ്ടാവാം. അതേപോലെ നമുക്ക് വയറിലെ മസിൽസൊക്കെ വീക്കായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വയറിലെ മസിൽസും അതേപോലെ ബാക്ക് മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക? പ്രധാനമായിട്ടും നമ്മൾ വയറിനെ ഫോക്കസ് ചെയ്തിട്ട് കുറച്ച് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന, കിടന്നുകൊണ്ട് മാത്രം ചെയ്യാവുന്ന കുറച്ച് പോസ്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ പോസ്റ്റേഴ്സ് ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോസ്റ്റിലേക്ക് കിടക്കുകയാണ്. 2 കാൽമുട്ടും നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഹിപ്പ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. 2 കൈയും ഫ്ലോറിൽ വയ്ക്കുക. ദെൻ പതുക്കെ ലെഗ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലോവർ ബോഡി കംപ്ലീറ്റ് ആയിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. സ്ട്രെയിൻ ഇല്ലാത്ത തരത്തിൽ പതുക്കെ ചെയ്യാം. 2 and 3. അതേപോലെ തിരിച്ചും റിവേഴ്സ് റൊട്ടേഷനും 3 2 and 1. ഇനി 2 കാലും ഫ്ലോറിൽ പതിച്ച് വയ്ക്കുക. ദെൻ 2 കൈയും ഷോൾഡർ ലൈനിൽ വയ്ക്കുക. ദെൻ 2 കാൽമുട്ടും സാവധാനം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് കൈയിലേക്ക് നോട്ടം വയ്ക്കുക. ഹെഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ വീണ്ടും ശ്വാസം എടുത്ത് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ട് ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് ഹാൻഡിലേക്ക് നോട്ടം വയ്ക്കുക. ഇതൊരു 2 തവണ കൂടെ റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് 2 കാൽമുട്ടും റൈറ്റ് സൈഡിലേക്ക്, നോട്ടം ലെഫ്റ്റിലോട്ട്, അഗെയിൻ ഓപ്പോസിറ്റ്. വീണ്ടും ഒരു തവണ കൂടെ റൈറ്റ് സൈഡിലോട്ട്, ദെൻ ലെഫ്റ്റിലോട്ട്. പതുക്കെ സെൻറ്ററിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ ഹിപ്പ് അത്യാവശ്യം ആക്റ്റീവായി കഴിഞ്ഞിട്ടുണ്ടാവും. ദെൻ അതിനുശേഷം 2 കാലും സ്ട്രെയിറ്റ് ചെയ്ത് ഫ്ലോറിൽ നീട്ടി വയ്ക്കുക. ഇത് 2 കൈയും ഹിപ്പിൻ്റെ സൈഡിലായിട്ട് ഫ്ലോറിൽ പതിച്ച് വയ്ക്കുക. ദെൻ സിംഗിൾ ലെഗ് റേസ്. നമ്മൾ ഫസ്റ്റ് റൈറ്റ് ലെഗ് മാത്രം ലിഫ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് തീരെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോൾ ഒരു 45 ഡിഗ്രിയിലൊക്കെ പറ്റുന്ന വെച്ചാൽ അത്ര ചെയ്താൽ മതി. ഇനി അല്ലാത്തവർ നമുക്ക് തീരെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീ അല്പം ബെൻഡ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. പറ്റുന്ന അത്രയും ചെയ്യാം. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് 90 ഡിഗ്രിയിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 2 കാൽമുട്ടും സ്ട്രെയിറ്റ് ചെയ്ത് വെക്കണേ. 2 കൈയും ഫ്ലോറിൽ പതിച്ച് വയ്ക്കുക. ഹിപ്പിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ കോർ മസിൽസൊക്കെ, നമ്മുടെ അബ്ഡോമൻ മസിൽസൊക്കെ നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് എൻഗേജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലോവർ ബോഡി ഒന്ന് എൻഗേജ് ചെയ്യുക. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. മാക്സിമം കാൽമുട്ടൊക്കെ സ്ട്രെയിറ്റ് ചെയ്യുക. ടോ നിങ്ങളെ നേരെ പോയിൻ്റ് ചെയ്യാൻ നോക്കുക. സെയിം നിങ്ങളുടെ കോർ മസിൽസും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ ടൈറ്റ് ചെയ്യുക. ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. കൺട്രോൾ ചെയ്തിട്ട് താഴ്ത്താൻ ശ്രമിക്കുക കേട്ടോ എപ്പോഴും. ദെൻ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. ശ്വാസം വിട്ട് താഴ്ത്തുക. വീണ്ടും ശ്വാസം എടുത്ത് ഉയർത്തുക. ശ്വാസം വിട്ട് താഴ്ത്തുക. വീണ്ടും 2 റൗണ്ടും കൂടെ ശ്വാസം എടുത്ത് ഉയർത്തുക. ശ്വാസം വിട്ട് താഴ്ത്തുക. ലാസ്റ്റ് 1. ശ്വാസം എടുത്ത് ഉയർത്തുക. ശ്വാസം വിട്ട് താഴ്ത്തുക. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന സമയത്ത് 10 കൗണ്ട് ഒരു കാലിൽ ചെയ്യാൻ ശ്രമിക്കുക. 10ഉം 10ഉം ആയിട്ട് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് 5 പറ്റുന്ന വെച്ചാൽ 5 ചെയ്യുക. ഡെയിലി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ റൗണ്ടായിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ദെൻ സെയിം ഓപ്പോസിറ്റ് ലെഗിൽ ചെയ്യുക. ശ്വാസം എടുക്കുക. ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. കോർ മസിൽസൊക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നീ സ്ട്രെയിറ്റ് ചെയ്യുക. ദെൻ എക്സേൽ ഡൗൺ. വീണ്ടും ശ്വാസം എടുത്ത് ലിഫ്റ്റ് ചെയ്യുക. എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്. എക്സേൽ ഡൗൺ. 2 തവണ കൂടെ വീണ്ടും ശ്വാസം എടുത്ത് ഉയർത്തുക. ശ്വാസം വിട്ട് താഴ്ത്തുക. ലാസ്റ്റ് റൗണ്ട്. ശ്വാസം എടുത്ത് ഉയർത്തുക. ശ്വാസം വിട്ട് താഴ്ത്തുക. ഈ സെയിം കാലം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് 10 റൗണ്ടായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക. ഒന്ന് ബ്രീത്ത് എടുത്ത് വിടുക. ദെൻ റിലീസ് ചെയ്യുക. 2 കാലും ചേർത്ത് വയ്ക്കുക. ദെൻ നമ്മൾ 2 ലെഗ് ഒരുമിച്ച് ചെയ്യുക കേട്ടോ.
ഇനി ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കൈയും നിങ്ങളുടെ ബട്ടക്സിൻ്റെ അടിയിലേക്കായിട്ട് വയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് 2 കാലും ലിഫ്റ്റ് ചെയ്യുക. കോർ മസിൽസ് അബ്ഡോമൻ മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ താഴ്ത്താൻ ശ്രമിക്കുക കേട്ടോ. ഇതും ഒരു 5 റൗണ്ട് ചെയ്യുക. ഈ കൈ പുറത്ത് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ശ്വാസം എടുത്ത് ഉയർത്തുക, കൺട്രോൾ ചെയ്യുക, അബ്ഡോമൻ മസിൽസ് ടൈറ്റ് ചെയ്യുക. ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. വീണ്ടും ശ്വാസം എടുത്ത് ഉയർത്തുക, പതുക്കെ താഴ്ത്തുക. 2 റൗണ്ടും കൂടെ ശ്വാസം എടുത്ത് ഉയർത്തുക. ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക, കൺട്രോൾ ചെയ്തുകൊണ്ട് താഴ്ത്തുക. ദെൻ ലാസ്റ്റ് വൺ, ഒന്നുകൂടെ കോറൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ശ്വാസം എടുത്ത് ഉയർത്തുക. ദെൻ ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. ദെൻ റിലാക്സ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് 5 10 തവണ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ചെയ്യാം കേട്ടോ. ദെൻ വീണ്ടും റിലാക്സ് ചെയ്യുക. ഒന്ന് ബ്രീത്ത് എടുത്ത് വയറിലെ മസിൽസിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുക. പതുക്കെ ശ്വാസം വിടുക. ഇനി ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽമുട്ട് മടക്കിയിട്ടും ചെയ്യാം കേട്ടോ. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കാൽമുട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഏതാ നിങ്ങൾ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ ചെയ്യാം. തുടക്കക്കാരാവുന്ന സമയത്ത് നിങ്ങൾക്ക് നീ ബെൻഡ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ പോകെ പോകെ നിങ്ങൾ ഒരു 1 വീക്കോ 2 വീക്കോ കഴിയുമ്പോൾ ഫുൾ ലെഗ് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ നമ്മുടെ നെക്സ്റ്റ് പോസിലേക്ക് നൗകാസനയിലേക്ക് 2 കാലും ചേർത്ത് വയ്ക്കുക. 2 കൈയും ഹിപ്പിൻ്റെ സൈഡിലായിട്ട് ഫ്ലോറിൽ പതിച്ച് വയ്ക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അബ്ഡോമൻ മസിൽസും കോർ മസിൽസും അതേപോലെ ബട്ടക്സ് മസിൽസൊക്കെ ഒന്ന് നല്ലോണം ആക്റ്റീവ് ആക്കുക, ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബട്ടക്സാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ടെയിൽ ബോൺസൊക്കെ ഒന്ന് ടക്ക് ചെയ്ത് ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ടെയിൽ ബോൺ എന്തെങ്കിലും ഇഞ്ചറി ഉള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കാൽമുട്ട് മടക്കിയിട്ടും ചെയ്യാം. എങ്ങനെ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദെൻ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ നിങ്ങളുടെ ഫുൾ അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ടെയിൽ ബോണിൻ്റെ ഭാഗം അല്ലെങ്കിൽ സാക്രത്തിൻ്റെ ഭാഗം ആണ് നമ്മളെ ഫ്ലോറിൽ ഉണ്ടാവുക. ദെൻ കോർ മസിൽസൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. ദെൻ ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കാൽമുട്ട് ബെൻഡ് ചെയ്തിട്ട് ചെയ്യുക. ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഏതാ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യാം. തീരെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തൈസിലൊന്ന് ഹോൾഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മുടെ ബോഡി വെയ്റ്റ് നമ്മുടെ ഫ്ലോറിലേക്ക് കൊടുക്കുക. അതേപോലെ കോർ മസിൽസൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഹോൾഡ് ചെയ്യുക. ഒരു 5 കൗണ്ട് അല്ലെങ്കിൽ 10 കൗണ്ട് 10ൽ കൂടുതൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ പതുക്കെ ശ്വാസം വിട്ട് താഴ്ത്തുക. ഇത് നിങ്ങൾക്ക് 5 ടൈം റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 10 എത്രയാണ് പറ്റുക അത്രയും ചെയ്യുക. ഓക്കെ, റിലാക്സ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ റിലാക്സേറ്റീവ് പോസ്റ്ററാണ് ചെയ്യണത്. ഓക്കെ, ഇത്രയും നമ്മൾ ടൈറ്റ്നെസ് ഒക്കെ കൊടുത്തില്ല, പിന്നെ ഒന്ന് നമ്മുടെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പവന മുക്താസന. അതിന് വേണ്ടി 2 കാൽമുട്ട് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുക, ടോസൊക്കെ പോയിൻ്റ് ചെയ്ത് വയ്ക്കുക. ദെൻ നമ്മുടെ കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഹഗ് ചെയ്ത് കൊടുക്കുക. തൈസൊക്കെ വയറിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ദെൻ ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ ഫോർഹെഡ് ലിഫ്റ്റ് ചെയ്യുക, നീസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, വയറുകളിലേക്ക് ഒന്ന് വലിച്ചു പിടിക്കുക. ദെൻ സാധാരണഗതിയിൽ ശ്വാസം ദെൻ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് ഹെഡ് ഡൗൺ ചെയ്യുക. കൈ രണ്ടും ഹിപ്പിൻ്റെ സൈഡിലായിട്ട് വെക്കുക. ദെൻ 2 കാലും ഫ്ലോറിൽ പതിച്ച് വയ്ക്കുക. കാൽമുട്ട് മടക്കിയിട്ട് തന്നെ വെക്കുക കേട്ടോ. ദെൻ 2 കാലും നിങ്ങളുടെ ഷോൾഡർ വിഡ്ത്തിൽ അകത്തി വയ്ക്കുക. ദെൻ കൈപ്പത്തി ഫ്ലോറിൽ പ്രസ് ചെയ്തിട്ട് സ്കന്ദരാസന. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഹിപ്പ് റീജിയൻ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം ഹിപ്പ് ലിഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ബാക്ക് മസിൽസിനൊക്കെ നല്ല റിലാക്സേഷൻ കിട്ടും. വേണമെങ്കിൽ ബട്ടക്സ് മസിൽസൊക്കെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ദെൻ ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. ഇതൊരു 3 അല്ലെങ്കിൽ 5 തവണ റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ശ്വാസം എടുത്ത് ലിഫ്റ്റ് ചെയ്യുക, ശ്വാസം വിട്ട് താഴ്ത്തുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഈക്വലായിട്ട് കാലിലേക്കും ഷോൾഡറിലേക്കും കൊടുക്കുക കേട്ടോ. നെക്കിന് ഒരു സ്ട്രെയിനും ഇല്ലാത്ത തരത്തിൽ ചെയ്യുക.
അത് ശ്രദ്ധിക്കുക. വീണ്ടും ശ്വാസം എടുത്ത് ലിഫ്റ്റ് ചെയ്യുക. ശ്വാസം വിട്ട് താഴ്ത്തുക. ഒരു തവണ കൂടെ ശ്വാസം എടുത്ത് ലിഫ്റ്റ് ചെയ്യുക. ദെൻ പതുക്കെ താഴ്ത്തുക. ദെൻ 2 കാലും റിലീസ് ചെയ്യുക. ദെൻ റിലാക്സ്. ദെൻ ഈ നെക്സ്റ്റ് ഇവിടുന്ന് തന്നെ പതുക്കെ റോൾ ചെയ്ത് കമിഴ്ന്ന് കിടക്കുക. ദെൻ നമ്മൾ കമിഴ്ന്ന് കിടന്നതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഭുജംഗാസനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 കാലും ചേർത്ത് വെക്കുക. ദെൻ 2 കൈമുട്ടും മടക്കി കൈപ്പത്തി നമ്മുടെ ചെസ്റ്റിൻ്റെ സൈഡിലായിട്ട് വെക്കുക. കൈമുട്ട് മാക്സിമം ശരീരത്തോട് ചേർത്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ അതിന് ശേഷം സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ നമ്മുടെ ഹെഡ് ലിഫ്റ്റ് ചെയ്യുക, ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക. നമ്മുടെ അപ്പർ ബാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പൈനിലേക്ക് നമ്മുടെ സ്ട്രെങ്ത് വരുന്ന രീതിയിൽ ചെയ്യുക. ഒരിക്കലും ഷോൾഡേഴ്സ് സ്ക്യൂസ് ചെയ്ത് ചെയ്യരുത് കേട്ടോ. ദെൻ സാവധാനം ശ്വാസം വിട്ട് താഴ്ത്തുക. ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും ശ്വാസം എടുക്കുക. സാവധാനം സ്ട്രെയിൻ ഇല്ലാത്ത തരത്തിൽ പറ്റുന്ന അത്രയും ലിഫ്റ്റ് ചെയ്യുക. ദെൻ ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. ഒരു 5 അല്ലെങ്കിൽ 10 തവണ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും ശ്വാസം എടുത്ത് ലിഫ്റ്റ് ചെയ്യുക. പതുക്കെ താഴ്ത്തുക. 2 റൗണ്ടും കൂടെ ചെയ്യുക. ശ്വാസം എടുത്ത് ലിഫ്റ്റ് ചെയ്യുക. ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. ദെൻ ലാസ്റ്റ് വൺ. ശ്വാസം എടുത്ത് പതുക്കെ ലിഫ്റ്റ് ചെയ്യുക. ഇത്തവണ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹോൾഡ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങളുടെ ബട്ടക്സ് മസിൽസ് ഒക്കെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 2 ഹോൾഡ് ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ ശ്വാസം 3 4 and 5. Exhale down. Then പതുക്കെ കൈ റിലീസ് ചെയ്യുക. ഒരു കൈപ്പത്തിയുടെ മുകളിൽ മറ്റേ കൈപ്പത്തി വെച്ച് മകരാസനയിൽ റിലാക്സ് ചെയ്ത് കിടക്കുക. കാൽ രണ്ടും ലൂസ് ചെയ്ത് അകത്തി വെച്ച് കിടക്കുക. നമ്മുടെ ഷോൾഡേഴ്സും കൈയും ബാക്ക് മസിൽസൊക്കെ നല്ലോണം റിലാക്സ് ആക്കി ലൂസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോസിലേക്ക് പോവുക. ശലഭാസന അല്ലെങ്കിൽ ലോക്കസ് പോസ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കാലും ചേർത്ത് വയ്ക്കുക. ദെൻ നമ്മുടെ 2 കൈയും ഹിപ്പിൻ്റെ സൈഡിലായിട്ട് വയ്ക്കുക. കുറച്ചുകൂടി ഈസി ആക്കണം എന്നുള്ളവർ കൈ രണ്ടും തൈസിൻ്റെ അടിയിലേക്ക് കമഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ മലർത്തിയിട്ടോ വയ്ക്കുക. സിമ്പിളായിട്ട് എൽബോ ഒക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ബെൻഡ് ചെയ്യരുത്. എൽബോ സ്ട്രെയിറ്റ് ചെയ്തിട്ട് വയ്ക്കുക. ദെൻ നമ്മുടെ ചിൻ ഫ്ലോറിൽ വയ്ക്കുക. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നിങ്ങളുടെ ലോ ബാക്ക് മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ബട്ടക്സ് മസിൽസും ഫുൾ ലോവർ ബോഡി ഒന്ന് ടൈറ്റ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. പറ്റുന്ന അത്രയും മാത്രം ലിഫ്റ്റ് ചെയ്താൽ മതി. ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. ദെൻ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബട്ടക്സ് മസിൽസ് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാൽമുട്ട് സ്ട്രെയിറ്റ് ആവണം. അതേപോലെ കാലൊന്ന് പുറത്തേക്ക് നല്ലോണം പുഷ് ചെയ്ത് കൊടുക്കുക. സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ദെൻ ശ്വാസം വിട്ട് താഴ്ത്തുക. ഇനി കൈ പുറത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കൈപ്പത്തി ഫ്ലോറിൽ പതിച്ച് വെച്ചിട്ട് ചെയ്യുക. ശ്വാസം എടുക്കുക. റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. എപ്പോഴും ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുക. വീണ്ടും ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ശ്വാസം വിട്ട് താഴ്ത്തുക. ഇവിടെ നമുക്കൊരു 5 റൗണ്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 10 റൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. 10 റൗണ്ട് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ 5 ചെയ്താലും മതി. വീണ്ടും ശ്വാസം എടുത്ത് റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ശ്വാസം വിട്ട് താഴ്ത്തുക. ദെൻ ലെഫ്റ്റ് ലെഗ് പതുക്കെ താഴ്ത്തുക. 2 റൗണ്ടും കൂടെ ചെയ്യുക. ശ്വാസം എടുത്ത് ലിഫ്റ്റ് ചെയ്യുക. ശ്വാസം വിട്ട് താഴ്ത്തുക. ഓപ്പോസിറ്റ് ലെഗ്. ശ്വാസം വിട്ട് താഴ്ത്തുക. ദെൻ ലാസ്റ്റ് റൗണ്ട്. ശ്വാസം എടുത്ത് ഉയർത്തുക. ഇവിടെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ശ്വാസഗതി സാധാരണ ശ്വാസഗതി ആയിരിക്കണേ. എക്സേൽ ചെയ്യുക. ഡൗൺ ചെയ്യുക. ഒരു 5 കൗണ്ടോ അല്ലെങ്കിൽ 10 കൗണ്ടോ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം കേട്ടോ.
ദെൻ ലെഫ്റ്റ് ലെഗ്. വീണ്ടും ശ്വാസം എടുത്ത് ഉയർത്തുക, ഹോൾഡ് ചെയ്യുക. പതുക്കെ ഡൗൺ ചെയ്യുക ശ്വാസം വിട്ടുകൊണ്ട്. ദെൻ വീണ്ടും 2 കാലും അകത്തി വയ്ക്കുക. റിലാക്സ് ഇൻ മകരാസന. വീണ്ടും ഒരു കൈപ്പത്തിയുടെ മുകളിൽ മറ്റേ കൈപ്പത്തി വെച്ച് ഹെഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കിടക്കുക. റിലാക്സ് ചെയ്യുക ഹോൾ മസിൽസ്. ദെൻ നെക്സ്റ്റ് പോസിലേക്ക് പോവുക, റിവേഴ്സ് ബോട്ട് പോസ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 കാലും ചേർത്ത് വയ്ക്കുക. 2 കൈയും നിങ്ങളുടെ ഹിപ്പിൻ്റെ സൈഡിലായിട്ട് ഫ്ലോറിൽ പതിച്ച് വയ്ക്കുക. ദെൻ നിങ്ങളുടെ ചിന്ന് അല്ലെങ്കിൽ ഫോർഹെഡ് ഫ്ലോറിൽ വയ്ക്കുക. ഏതാ കംഫർട്ട് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക. ദെൻ ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫുൾ ബോഡി ലിഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ നേവൽ റീജിയൻ അല്ലെങ്കിൽ ലോവർ ബെല്ലി മാത്രം ഫ്ലോറിൽ വയ്ക്കുക. ബാക്കി എല്ലാ പാർട്സും ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫുൾ ബാക്ക് മസിൽസ് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി വയ്ക്കുക. എന്നിട്ട് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ ഒരുമിച്ച് ചെയ്യുക. ശ്വാസം എടുക്കുക, സാവധാനം ശ്വാസം എടുക്കുക. ദെൻ നിങ്ങളുടെ ഫുൾ ബോഡി ലിഫ്റ്റ് ചെയ്യുക. പറ്റുന്ന അത്രയും ലിഫ്റ്റ് ചെയ്യുക. ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. ഇതും അതെ 5 റൗണ്ടോ അല്ലെങ്കിൽ 5-ൽ കൂടുതലോ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ചെയ്യാം കേട്ടോ. വീണ്ടും ശ്വാസം എടുക്കുക, ലിഫ്റ്റ് ചെയ്യുക. ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. 3 more round. Inhale. Exhale down. Inhale. Exhale down. ലാസ്റ്റ് വൺ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹോൾഡ് ചെയ്യുക കേട്ടോ. 5 സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡോ ഹോൾഡ് ചെയ്യുക. ഇൻഹേൽ. സാധാരണഗതിയിലായിരിക്കണേ ശ്വാസം ഹോൾഡ് ചെയ്യുന്ന സമയത്ത്. Then exhale down. ഏത് പോസ്റ്റർ ചെയ്യുമ്പോഴും നിങ്ങളുടെ മസിൽസൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. ദെൻ റിലാക്സ് ചെയ്യുക. വീണ്ടും കാല് വൈഡ് ചെയ്ത് വയ്ക്കുക. ഒരു കൈപ്പത്തിയുടെ മുകളിൽ മറ്റേ കൈപ്പത്തി വെച്ച് റിലാക്സ് ചെയ്യുക. ദെൻ നമ്മൾ നെക്സ്റ്റ് പോസിലേക്ക് പോവാം. നമ്മുടെ ലോവർ ബാക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും, ഒന്ന് റിലാക്സേഷൻ കൊടുക്കുക നമ്മുടെ ലോവർ ബാക്ക് മസിൽസിന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കാലും ചേർത്ത് വയ്ക്കുക. കൈ രണ്ടും ഷോൾഡർ ലൈനിൽ നീട്ടി വയ്ക്കുക, നിവർത്തി വയ്ക്കുക. കൈപ്പത്തി ഫ്ലോറിൽ പതിച്ച് വയ്ക്കുക. ഷോൾഡർ പെയിൻ ഉള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പതുക്കെ ചെയ്യുക, സ്ട്രെയിൻ ഇല്ലാത്ത തരത്തിൽ. ദെൻ നമ്മുടെ താടിയിൽ ഫ്ലോറിൽ വയ്ക്കുക. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ റൈറ്റ് ലെഗ് മാത്രം ഹിപ്പ് ലെവലിൽ വരെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ട്. ദെൻ ശ്വാസം വിടുന്ന സമയത്ത് പതുക്കെ ബോഡി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹിപ്പ് റീജിയനിലേക്ക് ഫോക്കസ് ചെയ്യുക. ഹിപ്പ് റീജിയൻ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കാല് ഫ്ലോറിൽ ടച്ച് ആവുമെങ്കിൽ ഫ്ലോറിൽ പതിച്ച് വയ്ക്കുക. ദെൻ നമ്മുടെ റൈറ്റ് ഹാൻഡിലേക്ക് നോട്ടം വയ്ക്കുക. ഹെഡ് ഒരിക്കലും സ്ട്രെയിൻ ചെയ്ത് വെക്കരുത്. റിലാക്സ് ചെയ്ത് ഫ്ലോറിൽ വയ്ക്കുക. അല്പനേരം ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിലായിരിക്കണേ ശ്വാസം. ദെൻ വീണ്ടും സാവധാനം ശ്വാസം എടുത്ത് ബോഡി ഒന്ന് കൺട്രോൾ ചെയ്ത് ലിഫ്റ്റ് ചെയ്യുക. ദെൻ സ്ട്രെയിറ്റ് നോക്കുക. ശ്വാസം വിട്ട് പതുക്കെ താഴ്ത്തുക. പിന്നെ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും വീണ്ടും ശ്വാസം എടുത്തിട്ട് ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. പതുക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. ദെൻ നോട്ട് നമ്മുടെ ലെഫ്റ്റ് പാമിലേക്ക്. ഹിപ്പൊക്കെ നല്ലോണം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ലോവർ ബാക്കൊക്കെ നല്ലോണം ആ സ്ട്രെച്ച് മസിൽസ് ഒന്ന് ട്വിസ്റ്റ് ആവുന്നതൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. ദെൻ റിലാക്സ് ചെയ്യുക. സാധാരണഗതിയിലായിരിക്കണേ ശ്വാസം. ദെൻ വീണ്ടും സാവധാനം ശ്വാസം എടുത്ത് തിരിച്ച് വരിക. സ്ട്രെയിറ്റ് നോക്കുക. പതുക്കെ റിലീസ് ചെയ്യുക. ദെൻ 2 കാലും ചേർത്ത് വെച്ച് 2 കൈമുട്ടും മടക്കി ചെസ്റ്റിൻ്റെ സൈഡിലായിട്ട് കൈ പതിച്ച് വയ്ക്കുക. ദെൻ പതുക്കെ ശ്വാസം എടുത്ത് പൊന്തി വരിക. ഒന്ന് കാലിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുക. ദെൻ പതുക്കെ തിരിച്ച് വരിക. ദെൻ കാൽ രണ്ടും റിലീസ് ചെയ്യുക. ശവാസനയിലേക്ക് കിടക്കുക. പതുക്കെ റിലാക്സ് ചെയ്ത് 2 കാലും നീട്ടി വെച്ച് കൈൻ്റെ സപ്പോർട്ടോട് കൂടി പതുക്കെ പുറകോട്ട് കിടക്കുക. 2 കാലും സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. കൈയും അല്പം റിലാക്സ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഫുൾ ബോഡി
ലൂസ് ചെയ്ത് എല്ലാ മസിൽസും ജോയിൻസൊക്കെ ഒന്ന് റിലാക്സ് ആക്കി ഫ്ലോറിലേക്ക് മാക്സിമം അയച്ചിടാൻ ശ്രമിക്കുക. ദെൻ കണ്ണടച്ച് നമ്മുടെ ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിക്കുക. ഓരോ മസിൽസും പാർട്ട് ബൈ പാർട്ടായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോസ്റ്റേഴ്സ് വരുന്നത്. ഇത് റെഗുലറായിട്ട് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യുന്ന സമയത്ത് എത്രയാണോ നമുക്ക് പറ്റുക അത്രയും രീതിയിൽ തുടങ്ങുക. ചിലപ്പം ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ചിലപ്പം 3 or 5 റൗണ്ടേ പറ്റുള്ളൂ വെച്ചാൽ അത്ര തന്നെ ചെയ്യുക. പോകെ പോകെ വീക്ക്ലി അല്ലെങ്കിൽ ഡേ ബൈ ഡേ നിങ്ങൾ ഓരോരോ റൗണ്ട്സും അല്ലെങ്കിൽ സ്റ്റെപ്പും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന രീതിയും ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഒരു 1 അല്ലെങ്കിൽ 2 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഫുൾ ബോഡി ലൂസിന് എക്സസൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ശീതളീകരണ വ്യായാമം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പോസ്റ്റേഴ്സിലേക്ക് കിടക്കുക. നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുക്കാം ലൂസിന് എക്സസൈസിൻ്റെ. അത് വേണമെന്നുള്ളവർ അത് നോക്കിയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ലൂസിന് എക്സസൈസ് ആണെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള യോഗ റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമസ്തേ.